ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ പ്രവീണാണ്. ഇപ്പം നമ്മളിന്നലെ പറഞ്ഞായിരുന്നു വിഷു റിലീസിൽ ബസൂക്ക ആണെന്ന്. അതായത് മൂന്നാമത്തെ സിനിമ, വിഷു റിലീസിൽ മൂന്നാമത്തെ സിനിമ ബസൂക്ക. നമ്മളിന്ന് രാവിലെ ഒരു 10 മണിക്ക് കണ്ടായിരുന്നു. ഡീനോ ഡെന്നിസ് പുതിയ ഡയറക്ടർ മമ്മൂക്ക വെച്ച് ഡയറക്റ്റ് ചെയ്ത ഫിലിമാണ് ബസൂക്ക. ഇന്നലെയായിരുന്നു റിലീസായത്. ഇപ്പം ഇന്ന് ഞാൻ രാവിലെ 10 മണിക്കത്തെ ഷോയ്ക്ക് കണ്ട്. രാവിലെ തിയേറ്ററിൽ ചെന്നപ്പം ഇതുകൊണ്ട് ആദ്യം വിചാരിച്ച് ഷോ ക്യാൻസൽ ചെയ്യുന്നു. അതായത് ആളില്ലായിരുന്നു. എന്നെയും കൂടെ കൂട്ടി 7 പേരെ അങ്ങോട്ട് ആയതുകൊണ്ടായിരുന്നു. പിന്നെ 4 പേരോടെ വന്ന് ഷോ കറക്റ്റ് ടൈമിൽ തന്നെ 10:05 സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇന്നലെ ആയിരുന്നു റിലീസ്. ഇന്നലെ മൊത്തത്തിൽ വന്ന റിവ്യൂസും എല്ലാം മൊത്തം നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു. പിന്നെ വന്നിട്ടുള്ളത് ലാസ്റ്റ് 20 മിനിറ്റ് കൊള്ളാം, ലാസ്റ്റ് 30 മിനിറ്റ് കൊള്ളാം, അങ്ങനത്തെ ഒരിതായിരുന്നു മൊത്തം. അങ്ങനെ ഒരു നെഗറ്റീവ് റിവ്യൂ കേട്ടിട്ടാണ് പോയത്. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക എടുത്ത് തിരക്കഥ പറയാമെന്ന ഡീനോ ഡെന്നീസിനെ കൊണ്ട് മമ്മൂക്ക ഡയറക്റ്റ് ചെയ്യിപ്പിച്ചാണെന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്തോ അറിയത്തില്ല, അങ്ങനെ ആയിരിക്കും. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫാൻ ബോയ് പടം പ്രതീക്ഷിച്ചാണ് നമ്മൾ പോയത്. അതായത് ഇപ്പം പടം തുടങ്ങി അതിൻ്റെ ടൈറ്റിൽ കാർഡൊക്കെ ലിയോയുടെ കൂട്ട് ഇതൊക്കെ കൊള്ളായിരുന്നു. ടൈറ്റിൽ കാർഡൊക്കെ കാണിച്ചത് കൊള്ളായിരുന്നു. ഇതിനകത്ത് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന എന്തൊരു ഗെയിമിങ് ഒരു ത്രില്ലറാണ് പറഞ്ഞെങ്കിലും ഗെയിമിംഗ് ത്രില്ലറിനെ കൂടെ എനിക്കൊരു ഒരു റോബറിയുടെ ഒരു ത്രില്ലർ കൂട്ടാണ് തോന്നിയത്. അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഇപ്പം ഗ്രാൻഡ് മാസ്റ്റർ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടില്ലേ? ഗ്രാൻഡ് മാസ്റ്റർ സിനിമയ്ക്കകത്ത് തൊട്ട് ഒരു കോഡ് ആൽഫ, അതിനകത്ത് ആൽഫബറ്റിക് കോഡാണെങ്കിൽ ഇതിനകത്ത് ഓരോ ഗെയിമിങ്ങിൻ്റെ ഓരോ കോഡും ടെമ്പിൾ അങ്ങനത്തെ ഓരോ ഗെയിമിങ്ങിൻ്റെ ഓരോ ഹിൻ്റാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഓഫീസേഴ്സിന് അല്ലെങ്കിൽ പോലീസുകാർക്ക് ഓരോ ഗെയിമിൻ്റെ ഹിൻഡ് വെച്ച് കൊടുത്തിട്ട് അതിനകത്ത് ഒരു റോബറി ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഗെയിമിങ്ങിലൂടെ പറയുന്നത്. അല്ലാതെ വേറെ രീതിയിലുള്ളൊരു ഗെയിം ത്രില്ലർ സീരീസ് ഒന്നും അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഫുൾ ഗെയിമിങ്ങിൻ്റെ ഇതാണ് കാണിക്കുന്നത്. എന്നാലും ഇതിനകത്തെന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്ക് വലിയതായിട്ട് ചെയ്യാനുള്ള റോളൊന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കാരണം ഫസ്റ്റ് ഹാഫിൽ ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്. ആ ഒരു ഫൈറ്റ് സീനേ ഉള്ളൂ അതിനകത്ത്. ആ ഫൈറ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഫൈറ്റ് സീനായിരുന്നു. നല്ല അതിനകത്ത് ഫൈറ്റ് സീൻ, ആ ഒരു ഫൈറ്റ് സീനും പിന്നെ വേറൊരു 2 പോലീസ് ഓഫീസറുടെ ആ ഒരു സംഭവം, അതൊരു 2 ഫൈറ്റ് സീനും നൈസായിരുന്നു. അത് പുള്ളിയുടെ ആ ഒരു ഇത് വെച്ച് സൂപ്പറായിട്ട് 2 ഫൈറ്റും നല്ല 2 ഫൈറ്റല്ല, ആ ഒരു മമ്മൂക്കയുടെ ഒരു ഫൈറ്റ് അത് വലിയ നെഗറ്റീവ് ഒന്നും പറയില്ല. അത് നല്ലൊരു ഫൈറ്റായിരുന്നു. ആ ഒരു ഫൈറ്റുണ്ട്. പിന്നെ അതിനകത്ത് അങ്ങനെ ഫൈറ്റൊന്നും ഇല്ല, ഒരു ത്രില്ലിങ് കാര്യങ്ങൾ തന്നെ. എനിക്ക് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് 20 മിനിറ്റ് വല്ല ലാഗാണ്. പക്ഷെ എനിക്ക് ഈ പടത്തിൽ ഫസ്റ്റ് ഹാഫിലും അങ്ങനെ ഒന്നും ഈ ഒരു കഥ പറയുന്നതുകൊണ്ട് നമുക്ക് വലുതായിട്ട് ലാഗൊന്നും അടിച്ചില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫിലൊക്കെ നമ്മളെ കഥയിൽ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ത്രില്ലിങ്ങിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ഹാഫിലൊക്കെ മമ്മൂക്കയ്ക്ക് കുറച്ച് സ്ക്രീൻ ടൈമേ ഉള്ളൂ, ഫൈറ്റും കുറച്ചേ ഉള്ളൂ. ഫുൾ ഗൗതം വാസുദേവ ഒരു ടീമിൻ്റെ ആ ഒരു ടീം ഗൗതം വാസുദേവ ടീമായിട്ട് സിദ്ധാർത്ഥ് ഭരതൻ പിന്നെ വേറെ 2 പേരറിയത്തില്ല, അവരുടെയൊക്കെ നൈസ് പെർഫോമൻസ് ആയിരുന്നു. അതാ പറഞ്ഞ ഒരു ഫൈറ്റ് സീനല്ല, ഒരു ചെറിയൊരു സംഭവം കാണിക്കുന്ന ഒരു ലേഡി ഓഫീസറായിട്ട് മറ്റേതായിട്ട് അവർ ചെറിയൊരു സംഭവം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് നൈസായിരുന്നു, ആ ഒരു ഫൈറ്റ് കൂട്ട് ചെയ്തത്. അത് ഫസ്റ്റ് ഹാഫിലൊക്കെ അങ്ങനെ ഒരു സീരിയസ്നെസ്സിൽ ഒരു കഥ പറച്ചിലായിരുന്നു. അത് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇപ്പം എന്താ പറയുന്നത്, പുള്ളിക്ക് അതില്ലെങ്കിലും അവർ കഥ കൊണ്ടുപോകുന്ന രീതി. ഇപ്പം ബസ്സിനകത്തിരുന്ന് ഇതോട്ട് പുള്ളി സ്റ്റോറി പറയാം, പുള്ളി ഇതോട്ട് അതിപ്പോൾ ഇന്നലെ കുറേ നമ്മൾ കണ്ടായിരുന്നില്ല. ബസ്സിനകത്തിരുന്ന് ഒരു സ്റ്റോറി ഇതുകൂടെ സ്റ്റോറി ടെല്ലിങ്. നമുക്ക് എന്തിനാ സ്റ്റോറി പറയുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി. ലാസ്റ്റ് നമുക്ക് അതിൻ്റെ ഇതൊക്കെ തരും. പക്ഷേ എന്താ പറയുന്നത്, ഈ എല്ലാവരും പറഞ്ഞ അവസാനത്തെ 30 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പടത്തിൻ്റെ പിന്നോട്ട് വെച്ചത്. അവസാനത്തെ ആ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ പടം അതുവരെ നമുക്കൊരു ഓക്കെ ഫീലായിരുന്നു. ഒരു എക്സലൻ്റ് എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു പറയുന്നുണ്ട്, ഒരു ആവറേജ് ഫീല് നമുക്ക് തരുന്നുണ്ടായിരുന്നു. ആ ഒരു ഡീസൻ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന പടമായിരുന്നു. പിന്നെ ആ ഒരു ട്വിസ്റ്റ് കാണിക്കാൻ വേണ്ടി നല്ലൊരു ബാക്ക് സ്റ്റോറീസ്, അതിനൊരു ബാക്കപ്പ് സ്റ്റോറീസ് ഒന്നും ഇല്ല. ഒരു ട്വിസ്റ്റും കാണിച്ച് അത് നമുക്ക് എന്താ ഇത്ര നേരം കണ്ടിരിക്കുന്നവരെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ ക്ലൈമാക്സ് ഒരു 10-20 മിനിറ്റ് കിടന്ന് കാണിക്കും. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. എല്ലാവരും പറഞ്ഞോട്ട് അതാണ് ഇതിനകത്ത് ഏറ്റവും മോശം എനിക്ക് തോന്നിയത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അതാണ് എനിക്ക് ഏറ്റവും മോശമായിട്ട് തോന്നിയിട്ട് ലാസ്റ്റത്തെ 20 മിനിറ്റ് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അതുവരെ ആ പടം പക്ക ഓക്കെ ആയിരുന്നു. പക്ഷേ ഇത് എന്താ പറയുന്നത്, ഇതൊട്ട് നല്ലൊരു തീമായിരുന്നു. ഒരു തീം വെച്ചിട്ടുള്ള ഒരു റോബറീസും ബാക്കി കാര്യങ്ങളെല്ലാം ഫുൾ ഗെയിമിങ്ങിൻ്റെ ഇത് വെച്ച്. പക്ഷേ അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല ആ ഒരു ഇത് വെച്ചാൽ. പക്ഷേ തീരെ മോശമൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ആ ലാസ്റ്റത്തെ 30 മിനിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ നേരത്തെ ഇറങ്ങിയിട്ടുള്ള ഡൊമിനിക്
പിന്നെ ടർബോ, അതിനകത്തൊക്കെ ഡൊമിനിക്കിനകത്തൊക്കെ അത്രയും ലാഗ് എടുപ്പിച്ച് പടം കുളമാക്കിയിട്ട് ലാസ്റ്റത്തെ ഒരു മിനിറ്റിൽ ഒരു സംഭവം കൊണ്ടുവന്നിട്ട് പടം അങ്ങോട്ട് തരില്ല. കാരണം അത്രയും നമ്മളെ ഒരു ഫസ്റ്റ് സ്റ്റാഫും മറ്റേ അങ്ങോട്ട് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകേണ്ടിട്ട്. ടർബോയിൽ അതിൽ ലാസ്റ്റ് നമുക്കടെ ആ ഒരു സീനൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പറയുകയാണെങ്കിൽ ആ ഒരു ലാസ്റ്റ് പഞ്ചിങ് കൊണ്ടുവന്നത് പക്ഷെ ലാസ്റ്റ് ആ ഒരു 30 മിനിറ്റ് പടത്തിനെ പിന്നോട്ടെടുത്തത്. കാരണം അത് വലുതായിട്ടൊരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടില്ല പടത്തിൽ. അതൊരു എനിക്കൊക്കെ ആയിരുന്നു. എനിക്ക് എല്ലാവരും എനിക്ക് ഒരുവിധം ഈ അത്രയ്ക്ക് നെഗറ്റീവ് പറയുന്നോട്ടൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. എനിക്കൊരുവിധം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഓക്കെ. ആകെ നെഗറ്റീവ് തോന്നിയത് ഫസ്റ്റ് ഹാഫിലാണോ സെക്കൻഡ് ഹാഫിലാണോ അല്ലേ എൻ്റെ ഒരു ഇതേകൂട്ട് തന്നെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. ഇത്രയും നേരം നമ്മൾ ഇതേകൂട്ട് നോക്കി ഇങ്ങനെ പ്രതി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഒരാളെ കാണിക്കും. ഇന്നലെ മൊത്തം ഒരു കണ്ടിട്ടുണ്ടോ? ഇന്നലെ മൊത്തം സീൻ അതിൻ്റെ ആയിരുന്നു, മറ്റേ ആറാട്ടെന്ന് പറഞ്ഞ് പുള്ളി അങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ തന്നെ ആ പോലീസുകാരൻ്റെ വിഷയം നമുക്ക് തന്നെ തോന്നിപ്പോകും. ഇത്ര ഇത് കാണിച്ചിട്ട് അങ്ങനെ കാണിക്കേണ്ട ഒരു കാര്യം. അങ്ങനെ കുറേ നെഗറ്റീവ് ഉണ്ട്. മ്യൂസിക്കിലോട്ട് വരുവാണെങ്കിൽ മ്യൂസിക്കും ബിജിഎമ്മും ഒക്കെ നല്ലതായിരുന്നു. ആ ഒരു പടത്തിൻ്റെ ഒരു രീതി തന്നെ പോയി. എല്ലാം പക്കയായിരുന്നു. ആക്ഷൻ കൊറിയോഗ്രഫി എല്ലാം അഭിനയിച്ചവരെല്ലാവരും തന്നെ എല്ലാം നൈസായിരുന്നു. ഇതിനകത്ത് എനിക്കൊന്ന് തിരക്കഥയ്ക്കകത്ത് ഒരു പാളിച്ച് വന്ന് കുറച്ചും കൂടെ നല്ല രീതിയിൽ എടുക്കാം. ലാസ്റ്റ് ആ ഒരു ഇതിന് നമ്മളിപ്പോൾ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും ഒരു ഇതിനൊരു കൺക്ലൂഷനോ അല്ലെങ്കിൽ ഇതിനൊരു ബാക്ക് സ്റ്റോറിയോ അല്ലെങ്കിൽ നമുക്കത് കാണുന്നവർക്ക് കൺവിൻസ് ആവണം. ഇപ്പം നമ്മളെടുത്ത് പെട്ടെന്ന് ഇങ്ങനെ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നണമെങ്കിൽ അങ്ങനെ വിധത്തിൽ കാണിക്കണം, അല്ലെങ്കിൽ അതിനുള്ളൊരു ബാക്ക് സ്റ്റോറി അതായത് വേണം. ഇത് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു നമുക്കതുകൊണ്ട്. എനിക്കതുകൊണ്ട് തന്നെ ലാസ്റ്റത്തെ ഒരു 30 മിനിറ്റ് പടം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പ്രമേഹം, പിന്നെ അതിന് മുമ്പ് റൊഷാക്ക്, കണ്ണൂർ സ്ക്വാഡ്, ആ ഒരു ലൈനപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിട്ട് പെട്ടെന്നായിരുന്നു. ഇപ്പോൾ ഈ 2020 ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ഡൊമിനിക്കും ഇതേ സെയിം അവസ്ഥ തന്നെ ആയിരുന്നു. എനിക്കത് ഡൊമിനിക്കിനെക്കാട്ടും വേദന ഇതാണെന്ന് തോന്നുന്നു. ഡൊമിനിക്കും ഒരുവിധം ലാസ്റ്റ് വരെ ഇങ്ങനെ നീട്ടി വലിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് ക്ലൈമാക്സ് ടിസ്റ്റ് കൊണ്ടുവന്നിട്ട് ആ ഒരു ടിസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ വലിച്ചു കിട്ടുക. ഇത് അതേ കൂട്ട് തന്നെ ഒരു എന്താ പറയുക, ആ ഒരു ടിസ്റ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സിനിമ ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ട് ആൾക്കാരുടെ ക്ഷമ നശിപ്പിച്ചിട്ട് ലാസ്റ്റ് ആ ടിസ്റ്റ് അത് ഒരു എന്ത് പറയുന്ന അത് നമ്മളങ്ങ് കൺവിൻസ് ആയിക്കോണം, നമ്മളങ്ങ് ഇത് മനസ്സിലാക്കി എടുത്തോണം എന്ന് പറയുന്ന രീതിയിൽ എടുത്തു വെച്ചേക്കുന്നതുകൊണ്ടാണ് ഈ 2 പടവും ഒരുവിധം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരുവിധം ഇതുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മലയാളത്തിൻ്റെ 3 റിലീസായിരുന്നു ഇറങ്ങിയത്. അത് 3 ഇപ്പം കണ്ട്. ഇനിയിപ്പം നമുക്ക് അജിത്തിൻ്റെ ഉണ്ട്. അത് മൊത്തം പോസിറ്റീവ് റിവ്യൂ ആണ് കണ്ടത്. എന്താ അറിയത്തില്ല. നമുക്ക് അജിത്തിൻ്റെ പടം കൂടെ കണ്ടിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.